വെൽക്കം ടു ദി ടോക്കിംഗ് ബ്യൂട്ടി ബൈ കൃപ. സോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നതും ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഇന്റൽജ്യൂന്റെ ഹെയർ വൈറ്റലൈസർ. സോ എന്താണ് ഹെയർ വൈറ്റലൈസർ? ഹെയർ വൈറ്റലൈസർ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ലോസ് വന്നിട്ടുള്ള ഏരിയയിൽ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഹെയർ വൈറ്റലൈസർ. സോ ബേസിക്കലി ഇതിൽ നമുക്ക് ഈ ഒരു പാക്കേജിങ്, ഇതിന്റെ ഇന്റൽജ്യൂന്റെ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു ബോക്സ് പാക്കേജിങ്ങിലാണ്. നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക. ഒരു ഡ്രോപ്പർ ഉണ്ട്, അതിന്റെ ആപ്ലിക്കേഷൻ വൈസ് വളരെ സിമ്പിൾ ആക്കുന്നത് ഈ ഒരു ഡ്രോപ്പറാണ്. അതേപോലെ പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ബോട്ടിലാണ്. സോ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കിതിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ റോസ്മേരി, ജിഞ്ചർ റൂട്ട്, അതേപോലെ ലാവൻഡർ, തുളസി, ഇതൊക്കെയാണ് നമുക്കിതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. സോ ഹെയർ ഫോൾ അല്ല, ഹെയർ ഫോളും ഹെയർ ലോസും ഡിഫറെൻ്റ് ആണ്. ഹെയർ ലോസ് വന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയുടെ ഇടയിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചില ഏരിയയിൽ നമുക്ക് തീരെ ഹെയർ ഗ്രോത്ത് കാണാൻ പറ്റില്ല, തീരെ മുടിയില്ലാത്ത ചില ഏരിയാസ് ഉണ്ടാവും. ആ ഏരിയയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹെയർ വൈറ്റലൈസർ. സോ ഇന്റൽജ്യൂന്റെ ഹെയർ വൈറ്റലൈസർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം അത് യൂസ് ചെയ്ത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള അതിന്റെ യൂസേജ് കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റും. സോ ഞാൻ ബേസിക്കലി ഇതെന്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഈ സെക്കൻഡ് ബോട്ടിൽ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ടൈമിൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു 5 to 6 months ആ ഒരു ടൈമിനുള്ളിലാണ് ഞാൻ യൂസ് ചെയ്തത്. സോ ഇത് ഇത്രയും നാൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഒരു റിസൾട്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ എൻ്റെ ഇവിടെ ഈ ഒരു ഏരിയയിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ ചെറിയ മുടിയുടെ ഒരു ഗ്രോത്ത് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ ഇവർ പറയുന്ന കുറച്ച് ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഓവറോൾ മുടിയുടെ ഹെൽത്തിനെ അത് ഇമ്പ്രൂവ് ചെയ്യിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു ടെക്സ്ചർ അതിനെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, ഹെയർ ലോസ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ബേസിക്കലി ഇതിപ്പോൾ എൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം ഹെയർ ഫോൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം ഹെയർ ഫോളിനെ എഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറേ റീസൺസ് ഉണ്ട്, കുറേ ഫാക്ടേഴ്സ് കാരണമായിരിക്കും നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നത്. അത് മേ ബി നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമായിരിക്കാം, നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അതിന് അവിടെ യൂസ് ചെയ്യുന്ന വാട്ടർ കാരണമാവാം, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഇൻടേക്ക് ചെയ്യുന്ന ഫുഡ് കാരണമായിരിക്കാം. പല റീസൺസ് കാരണം ഹെയർ ഫോൾ വരും. പക്ഷെ ഇത് ക്ലെയിം ചെയ്യുന്നത് ഹെയർ ലോസിനെ കുറിച്ചാണ്. ഹെയർ ലോസ് വന്നിട്ടുള്ള ഏരിയയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഹെയർ ഗ്രോത്തിനെ ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും അതിനെ ഹെയർ ഗ്രോ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഇത് പറയുന്നത്. അത് വെച്ച് നോക്കുവാണെങ്കിൽ അവർ പറയുന്ന ക്ലെയിം സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുണ്ട്, അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കഷണ്ടി കയറിയിട്ടുള്ള ഏരിയയിൽ. കാരണം നമ്മൾ മുടി കെട്ടുമ്പോൾ പുറകിലേക്ക് നമ്മൾ ടൈറ്റായിട്ട് കെട്ടിവെക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ് നമ്മൾ കുറച്ച് മുടി കുറയുന്നതായിട്ട് കാണുന്നത്, അല്ലേ? സോ ആ ഒരു ഏരിയയിൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിലൊരു വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ബോട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അല്ലെങ്കിൽ യൂസ് ചെയ്ത് സെക്കൻഡ് ഡേ തൊട്ട് തന്നെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണും എന്നല്ല പറയുന്നത്. സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് ഹെയർ കെയർ പ്രൊഡക്റ്റ് ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള യൂസേജ് കൊണ്ട് മാത്രമേ നമുക്ക് അതിലൊരു റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. സോ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും വിസിബിൾ ആയിരിക്കും. സോ ഇതിൽ നമുക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡയറക്ഷൻസ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് ജസ്റ്റ് എടുക്കുന്നു, പ്രൊഡക്റ്റ് ഈ ഒരു ഡ്രോപ്പറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ നമ്മളിത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാതെ ഒരുപാട് മസാജ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ഉള്ളിലേക്ക് ഇറങ്ങിക്കോളും. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ടിംഗ്ലിംഗ് സെൻസേഷൻ തോന്നും. അത് നോർമൽ ആയിട്ടുള്ള കാര്യമാണ്, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. കാരണം ഡേ ടൈമിലോ മോർണിംഗ് ടൈമിലോ അല്ലാന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിലോ ഇത് യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റിന് നമ്മുടെ ഹെയറിൽ വർക്ക് ചെയ്യാനുള്ളൊരു ടൈം അവർക്ക് കിട്ടും. കാരണം മോർണിംഗ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകേണ്ടതായിട്ട് വരും. അങ്ങനെ പുറത്ത് പോകുന്ന ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഡസ്റ്റ്, അതേപോലെ തന്നെ സണ്ണിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പോഷർ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണമൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. സോ അതിനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണമെങ്കിൽ നൈറ്റ് ടൈമാണ് കറക്റ്റായിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. സോ ഇതിനൊപ്പം തന്നെ
ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ സ്മെൽ വൈസ് നോക്കുവാണെങ്കിൽ ഇതിൽ ഈ പറഞ്ഞ പോലെ ഇൻഗ്രീഡിയൻസ് ഇത്രയും ആയതുകൊണ്ട്, ഇതിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് ആയിട്ടുള്ള റോസ്മേരി, ലാവൻഡർ, തുളസി അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു സ്മെല്ല് വരും. അതല്ലാതെ സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നുമില്ല, ചെറിയൊരു സ്മെല്ല് അതിൻ്റെതായിട്ടുണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ ഹെയറിൽ അത് അപ്ലൈ ചെയ്യുന്ന കുറച്ച് നേരം കഴിയുമ്പോൾ അത് പതുക്കെ കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എക്സ്പെൻസീവ് സൈഡിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ഈ ഒരു 120 ml ഈ ഒരു പാക്കേജിങ്ങിൽ നമുക്ക് 1000 റുപ്പീസാണ് അതിൻ്റെ ഒരു പ്രൈസ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു 120 ml നമുക്ക് 1000 റുപ്പീസ്. ഈ ഒരു പാക്കേജിങ് നമുക്ക് അത്യാവശ്യം ഒരു 2 months, കഷ്ടിച്ച് 2 monthsോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഒരു 2 to 3 ബോട്ടിൽസോളം ഉപയോഗിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട്സ് കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു 1000 റുപ്പീസ് കുഴപ്പമില്ല, അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്യാൻ ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ്. നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിന്, ഹെയർ ലോസ് വന്നിട്ടുള്ള ഏരിയയിൽ ഹെയർ ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. സോ ഇത് നമുക്കിപ്പോൾ നൈക്കയിലും ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. സെയിലിൻ്റെ ടൈമിൽ ഒരുപാട് പ്രൈസിൽ ഡിഫറൻസ് ഒന്നും, എന്തെങ്കിലും ഒരു ഓഫറുള്ള ടൈമിലൊന്നും ഒരുപാട് പ്രൈസിൽ ഡിഫറൻസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു 800 to 1000 റുപ്പീസിൻ്റെ ഇടയിൽ തന്നെയായിരിക്കും ഒരു എമൗണ്ട് വരുന്നത്. സെയിലൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഓഫറൊന്നും ഇല്ലാത്ത ടൈമാണെങ്കിൽ 1000 റുപ്പീസ് തന്നെയായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു റിവ്യൂ. നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്നെങ്കിൽ എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയൂ. ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫോളോ ഫോർ മോർ. ഓക്കെ, സോ ബൈ ബൈ.